നമ്മൾ ഫസ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഗൈസ് ഇത്. അപ്പോൾ അതിൽ ഹവായി വൈറ്റ് മാത്രമേ ഫ്ലവർ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏതൊക്കെയെന്നൊന്നും ചോദിക്കരുത് ആ മുട്ടുകൾ വന്നിക്കണതൊന്നും. കാരണം കുഞ്ഞു മുട്ടുകൾ എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഇത് വേറൊരു മുട്ടിൻ്റെ ആണ്. ഇത് വേറെ അങ്ങനെ ഇതാണ് ഇതിലും നമ്മൾ പിടിപ്പിച്ചതെന്നും എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കണേ. ഇപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ അത് നല്ല ഫ്ലവറിങ് ആവും. അതുകൊണ്ട് തന്നെ നമുക്കത് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധാ കൊമ്പ് പിടിപ്പിച്ചതിനാടി നല്ല ഇതാണെന്നാണ് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പിടിപ്പിച്ച ഒരു കൊമ്പായിരുന്നു. ഉണങ്ങിപ്പോയി നമ്മൾ പ്രതീക്ഷിച്ച കൊമ്പ് പിന്നെ എങ്ങനെയോ തളിർപ്പൊക്കെ വന്ന് അപ്പോൾ നമ്മൾ നല്ല സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് ഇതിന് തൽക്കാലം ഫ്ലവർ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തിയെന്നുള്ളൂ. ഇതും അതുപോലെ ഒരെണ്ണമാണ്. ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ നിങ്ങളൊക്കെ അന്തം വിടും. ഇതൊക്കെ കണ്ട അടിഭാഗമൊക്കെ ഫുള്ള് ഇതിൻ്റെ തൊലികൾ വരേക്കും മുറിച്ച് 8 കട്ടിങ്സ് കഴിഞ്ഞതാണ്. എവിടെ ഒരു നരിമ്പ് വേരുണ്ട് എന്നുള്ളൂ. ഉണ്ടല്ലേ, അത്രേ ഉള്ളൂ. ഇത് പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത അടർന്നാണ്. അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു കൊമ്പ് ഫുള്ളി യെല്ലോ, ഈ ഒരു കൊമ്പ് അടർന്നതിൻ്റെ ഒറിജിനൽ കളറും. ആകെ 1 ഇഞ്ച് വലുപ്പമുള്ള ഈ ഒരു കട്ടിങ്സാണ് പിടിപ്പിച്ചത്. അത്ര വലുപ്പമുള്ള അതാണ് ഇങ്ങനെ.